സിപിഐഎം നേതാവ് കെ.ജെ. ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ഇന്ന് അറസ്റ്റിന് സാധ്യത. യൂട്യൂബർ കെ.എം. ഷാജഹാനെയും പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി.കെ. ഗോപാലകൃഷ്ണനെയും കസ്റ്റഡിയിലെടുത്തേക്കും. 4 സിപിഐഎം എംഎൽഎമാർ നൽകിയ പരാതിയിലും ഷാജഹാനെതിരെ കേസെടുത്തേക്കും. സൈബർ അധിക്ഷേപ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് നടപടികൾ. കെ.ജെ. ഷൈനെതിരായ കൂടുതൽ അധിക്ഷേപ പോസ്റ്റുകളും അന്വേഷണ പരിധിയിലുണ്ട്. തെളിവുകളെല്ലാം കൈമാറിയെന്ന് കെ.ജെ. ഷൈൻ അറിയിച്ചു. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചതിൽ അഭിമാനമുണ്ടെന്നും സ്ത്രീ പുരുഷ ലൈംഗികത നടുറോഡിൽ വലിച്ചിഴക്കപ്പെടേണ്ടതല്ലെന്നും കെ.ജെ. ഷൈൻ അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് വൈപ്പിൻ എം.എൽ.എ. കെ. ഉണ്ണികൃഷ്ണൻ. തെറ്റായ വ്യാജമായ കള്ളപ്രചരണങ്ങൾ നടത്തിയ ഇത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടവും രാഷ്ട്രീയമായും ഇത്തരം കാര്യങ്ങൾ നേരിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എറണാകുളം ജില്ലയിലെ 4 സിപിഐഎം എംഎൽഎമാർ നൽകിയ അധിക്ഷേപ പരാതിയിലും യൂട്യൂബർ കെ.എം. ഷാജഹാനെതിരെ കേസെടുത്തേക്കും. എന്നാൽ അപവാദ പ്രചാരണത്തിന് പിന്നിൽ സിപിഐഎമ്മിലെ വിഭാഗീയതയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. റിപ്പോർട്ടർ, കൊച്ചി.